ഇതുപോലുള്ള ശില്പങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതുപോലെ അതിൻ്റെ റെഫറൻസ് എടുത്ത് ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഇത് ക്ലേയിൽ ഇതുപോലെ ചെയ്യിക്കും. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാളാണ്. ആൾ എറണാകുളം ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എവിടെ വേണമെങ്കിലും പുള്ളി വന്ന് ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മുടെ സിനിമയ്ക്കൊക്കെ ആയിട്ട് പുള്ളി ഇതുപോലെ നമ്മുടെ കൂടെ ഒക്കെ വന്ന് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ രഞ്ജിത്തിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം അത് ഫിനിഷിംഗ് ആക്കി വയ്ക്കും. അതിനുശേഷം അത് മോൾഡേഴ്സിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. മോൾഡേഴ്സ് അത് പാർട്ടീഷനെല്ലാം തിരിച്ച് അത് പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ അല്ലെങ്കിൽ സിലിക്കണിലോ ഒക്കെ ആയിട്ട് ഡൈ എടുക്കും. നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് ചെയ്തത്. അതിനുശേഷം അതിന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് പിടിക്കാനും സൗകര്യത്തിനൊക്കെ ആയിട്ട് എല്ലാ പണികളും ചെയ്ത് വെച്ച് സെറ്റായി കഴിഞ്ഞാൽ അത് രണ്ടും പൊളിച്ചു മാറ്റും. അങ്ങനെ അത് 2 പീസാക്കി മാറ്റി വയ്ക്കും. അത് പൊളിച്ചെടുക്കാൻ നല്ല പണിയാണ്. പൊളിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പൊട്ടിപ്പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അത് ചെയ്യുന്ന ആളുകളുടെ മിടുക്കിനനുസരിച്ചായിരിക്കും. ഇതങ്ങനെ മാറ്റി വയ്ക്കും. മാറ്റി വെച്ചതിന് ശേഷം അത് ക്ലീൻ ചെയ്ത് അതിലത്തെ ക്ലേ എല്ലാം എടുത്ത് കളഞ്ഞ് ഫൈബർ അടിക്കും. ഇങ്ങനെ ഫൈബർ അടിച്ച് വെച്ചതിന് ശേഷം 2 പീസും കൂടെ ജോയിൻറ്റ് ചെയ്യും. ജോയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ജോയിൻറ്റിൽ ഫൈബർ ഇട്ടിച്ച് വെച്ചതിന് ശേഷം വീണ്ടും ആ ഡൈ പൊളിച്ചെടുക്കും. നമുക്ക് 1 ടൈം യൂസിന് വേണ്ടി ആയതുകൊണ്ടാണ് POP എടുത്തത്. അങ്ങനെ അത് പൊളിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ POP ഒട്ടി പിടിച്ചിരിക്കുന്ന POPകളെല്ലാം വൃത്തിയാക്കി ഫിനിഷിംഗ് ആക്കി എല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന സാധനം പോലെ ഒരു സൂപ്പറായിട്ടുള്ളൊരു സ്കൾപ്ചർ റെഡി. ഇത് അറിയാത്തവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അറിയുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.